അഥവാ തൗഹീദുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും, ശിർക്കുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. പക്കാ ശിർക്കൻ വാദം എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകും. ഫൈസൽ മുസ്ലിയാരെ പ്രസംഗ. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. പല ലക്ഷ്യമുണ്ട്. ഇസ്ലാമിനെ തകർക്കലാണ് ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം. ഇസ്ലാമിന്റെ അടിത്തറയാണ് ഉദ്ഉനി അസ്തജിബ് ലക്കും വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനം. നിങ്ങൾ എന്നോട് തേടണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങളെ റബ്ബ് പറയുന്നു. എന്നാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നിലേക്കു മാത്രം സമർപ്പിക്കേണ്ട ആരാധന എന്നിലേക്കു മാത്രം സമർപ്പിക്കാതെ മാറി നിൽക്കുന്നവൻ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിലേക്ക് പോകേണ്ടി വരും, നിന്ദ്യനായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏർപ്പാടാണ് ഫൈസൽ മൗലവി എടുത്തിട്ടുള്ളത്. ടി കെ അഷ്റഫേ, നിങ്ങൾക്ക് ബാധ്യത ഉണ്ട് ഇതില്. എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അത്രേ. എവിടെയാണ് പറഞ്ഞത്? ആയത്ത് പറയണം, കാരമൂസ ആയത്ത് പറയണം, ഹദീസ് പറയണം. ഇസ്ലാമിന്റെ അടിത്തറ മാന്തി നിങ്ങൾ.